വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി എം മണി. പുര വെച്ച് താമസിക്കുന്ന സ്ഥലത്ത് കയ്യേറാൻ വന്നാൽ കൈകാര്യം ചെയ്യും, മര്യാദയ്ക്കല്ല എങ്കിൽ നിയമം കയ്യിലെടുക്കും. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പിന്നെയാണോ ഫോറസ്റ്റ്? ഖദർദാരിയായ സതീശൻ വന്നപ്പോൾ കാക്കിയിട്ട ചിലർക്ക് സൂക്കേട് എന്നും എം മണി പറഞ്ഞു. ആദ്യം എം മണിയുടെ വാക്കുകളിലേക്ക്. ഒരു ഇഞ്ച് ഭൂമി പോലും കൃഷിക്കാർ കൃഷി ചെയ്യുന്നിടത്തും ജീവിക്കുന്നിടത്തും പുരവച്ച് താമസിക്കുന്നിടത്തും പിടച്ചു കയറാൻ വന്നാൽ അവിടെ വെച്ച് ഞങ്ങൾ നിങ്ങളെ നേരിടേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും. അന്നേരം നിയമം മണ്ണാണ്ടട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടാവില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഞങ്ങളെ തീരുമാനിച്ചാൽ നീയൊക്കെ ഇറങ്ങി നടക്കണേ ഞങ്ങൾ തീർത്തു വേണ്ടി വരും. എന്താണ് എടുത്തിരിക്കുന്നത്? കടലിന്റെ അടുത്ത് 3 ഫോറസ്റ്റുകാർ, പോലീസുകാർ ഞങ്ങൾക്ക് കൊല്ല, പിന്നെ ആ ഫോറസ്റ്റുകാർ. നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, ഫോറസ്റ്റുകാരനും പോലീസുകാരനും ഒക്കെ ഇല്ലേ? ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഭാര്യയും മക്കളോടും പിന്നെ എല്ലാവരും ഓർത്തല്ല പൊതുപ്രവർത്തനം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മനോഭാവമാണ് ഞങ്ങൾക്കുള്ള. ഇന്നേ വരെ ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കും, തമാശല്ല, അടിച്ചാൽ തിരിച്ചടിക്കും, ചേർത്ത് നിൽക്കും. അതിനപ്പുറം ഞാനിപ്പൊ പറയുന്നില്ല. ഈ മാധ്യമങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കൂടുതൽ കടത്തി പറഞ്ഞാൽ അത് നാളെ വിവാദമാകുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുക. സതീശന്റെ ഗവൺമെന്റിന് ഉമ്മാക്കി കാണിക്കാൻ തോന്നുന്നെങ്കിൽ അതങ്ങ് വെച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. ഇടുക്കി ജില്ലയിൽ എടുത്താൽ ഞങ്ങൾ ചീട്ട് എഴുതി തരും. നിങ്ങളിവിടെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ജനങ്ങളെ കൂട്ടും, മലയോര ജനതയെ കൂട്ടിക്കൊണ്ട് ചെറുത്തൊന്നിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ആരാ എന്റെ ഫോറസ്റ്റിന്റെ മന്ത്രി? ഷിബു ബേബിയിലുണ്ട്. അയാളുടെ പിതാവിന്റെ കാലം മുതൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ. പിന്നെ ഷിബു ബേബിയിലുണ്ട്. അന്നൊക്കെ വലിയ പേരുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞ് ഞങ്ങളെ ഉമ്മാക്കി കാണിക്കാൻ പേടിപ്പിക്കാൻ വരണ്ട. ഞങ്ങൾ ഇതിനെ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, എം മണിയുടെ വാക്കുകളായതുകൊണ്ട് തന്നെ അതിൽ വലിയ അതിശയോക്തി ഒന്നുമില്ല. എന്നാൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായി ഉന്നയിക്കുന്ന വിമർശനമാണ്. പക്ഷേ ചില വാക്കുകൾ അല്പം കടന്നുപോയി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്ന? നിയമം കയ്യിലെടുക്കും എന്ന് വരെ പറയുന്നുണ്ടല്ലോ. സ്വാതി, കഞ്ഞിക്കുഴിയിലെ ഭൂമിയിൽ വില്ലേജിലുള്ള ആളുകളുടെ സ്ഥലങ്ങൾ വനംവകുപ്പ് കയ്യേറുന്നു, കാട്ടാന ആക്രമണങ്ങളിൽ തടയിടുന്നില്ല വനംവകുപ്പ് എന്നിങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കേരള കർഷക സംഘം നടത്തിയ മാർച്ചിലാണ് ഇത്തരത്തിൽ വലിയ പ്രകോപനപരമായ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നത്. ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് നമ്മളിപ്പോൾ കേട്ടത്. പല ആവർത്തി അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത്. നിയമം കയ്യിലെടുക്കേണ്ടി വരും, പോലീസുകാരെ പേടിയില്ല, പിന്നല്ലേ ഫോറസ്റ്റ് എന്ന തരത്തിൽ വലിയ തോതിലുള്ള സംസാരങ്ങളാണ് ഉണ്ടായത്. പുര വെച്ച് താമസിക്കുന്ന സ്ഥലത്ത് കയ്യേറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന തരത്തിലുള്ള ഭീഷണിയും അദ്ദേഹം മുടക്കുന്നുണ്ട്. നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും വനംവകുപ്പിനെതിരെയുമാണ് നിശിതമായ വിമർശനം അദ്ദേഹം നടത്തുന്നത്. വി.ഡി. സതീശൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഖദർദാരിയായ വി.ഡി. സതീശൻ വന്നപ്പോൾ ചിലർക്ക് സൂക്കേടാണ്, ചില പോലീസുകാർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും സൂക്കേടാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഭാര്യയും മക്കളും ഞങ്ങൾക്കുമുണ്ട് വീട്ടിൽ, തിരിച്ച് പൊതുപ്രവർത്തനം നടത്തി തിരിച്ച് ചെല്ലാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഭാര്യയും മക്കളും വീട്ടിലുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്ന തരത്തിലുള്ള പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ എം മണി വളരെ പ്രകോപിതനായ രീതിയിലാണ് ഇന്ന് വനംവകുപ്പിനെതിരെയും പോലീസിനെതിരെയും നിശ്ചിത വിമർശനം നടത്തിയത്. സർക്കാരിനെതിരെയും വലിയ വിമർശനമാണ് നടത്തിയത്. ഇതിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് കർഷക സംഘം ഇവിടെ നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കഞ്ഞിക്കുഴി വില്ലേജിലെ പല താമസക്കാർക്കും വനംവകുപ്പ് അല്ലെങ്കിൽ വനഭൂമിയിലാണ് എന്നതുകൊണ്ട് കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് ഒന്നും നടത്തുന്നില്ല എന്ന തരത്തിലാണ് അവരുടെ ആക്ഷേപമായി കർഷക സംഘം പറയുന്നത്. അതിൻ്റെ പേരിൽ കൂടിയാണ് ഇന്ന് ഈ സമരവും മാർച്ചും ഒക്കെ നടത്തിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം JCB പിടിച്ചെടുത്ത വനംവകുപ്പ് ആദിവാസി യുവാവിൻ്റെ JCB പിടിച്ചെടുത്ത 5 വർഷത്തോളം കാലം ആ JCB ഫോറസ്റ്റ് ഓഫീസിൻ്റെ പരിധിയിലിടുന്ന സാഹചര്യവും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനെതിരെയുമൊക്കെ വലിയ പ്രതിഷേധം തീർത്തുകൊണ്ടാണ് കർഷക സംഘം ഇന്ന് ഇത്തരത്തിലുള്ള മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചത്. അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മണി. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിലും സ്ഥിരം പതിവ് ശൈലിയിലുമാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയത്. പ്രത്യേകിച്ച് വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും പോലീസിനെതിരെയും നിശ്ചിത വിമർശനവും ഭീഷണിയും മുഴക്കിക്കൊണ്ടുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സ്വാതി. ശരി ആൽവിൻ.